നമുക്കിന്ന് കിച്ചണിലേക്ക് വേണ്ട 2-3 ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. നല്ല പാക്കിംഗ് ആയിരുന്നു. ഇതാണ് ഈ ഐറ്റം വന്നത്. ഇത് നമുക്ക് ഓയിലെല്ലാം വെച്ച് ഓയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിലാണ് ഇത് റോൾ ചെയ്യുന്നത്. ഇതൊരു കോർണർ സ്റ്റാൻഡായിരുന്നു ഓർഡർ ചെയ്തത്. ഇത് സ്റ്റീലിൻ്റെയാണ് ഓർഡർ ചെയ്തത്. ഇത് പൊട്ടിച്ച് നോക്കാം നമുക്ക്. കുഴപ്പമില്ല. ഇതെനിക്ക് മസാല ഡബ്ബ വയ്ക്കാനൊരു സ്പേസ് ഇല്ല. ഇതല്ല, വേറെ മസാല ഡബ്ബയുണ്ട്. അപ്പോൾ അത് വയ്ക്കാനൊരു സ്പേസ് ഇല്ല. പിന്നെ ചപ്പാത്തി പലക, അപ്പോൾ അതെല്ലാം വയ്ക്കാൻ എന്നോർത്തിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. ഇത് കോർണർ പ്ലേസിൽ കറക്റ്റ് ആയിരിക്കും. ഇതാണ് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിപ്പം ഓഫർ പ്രൈസ് വന്നപ്പോഴാണ് ഞാൻ മേടിച്ചത്. ഇത് നല്ല പാക്കിങ്ങിൽ തന്നെയാണ് വന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ബബിൾ റാപ്പ് വെച്ച് 2 തവണ റാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ കളറും ഭയങ്കര ഇഷ്ടമായി. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഉള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇത് നല്ല ശക്തിയിൽ പ്രസ് ചെയ്താലേ ഓപ്പൺ ആവുള്ളൂ. പിന്നെ ഇതാണ് ഹോള്. ഇവിടെ ഹോളുണ്ട്. 6 ഭാഗമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇടാൻ പറ്റും. 1 കിലോ ഇടാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഓരോന്നിനകത്തും. അപ്പോൾ ഞാൻ ഇനി പരിപ്പൊക്കെ മേടിക്കുമ്പോൾ കാണിക്കാം. ഇതിലിട്ട് കാണിക്കും. ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് കറാമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊന്നും വരില്ല എന്നാണ് പറയുന്നത്. അപ്പം അതൊന്ന് നോക്കാം. ഇത് കൊള്ളാം. ഈ ഹോളില്ലേ ഇവിടെ കാണുന്നത്, ഈ ഒരു പാർട്ടിൽ കൂടെയാണ് ധാന്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ സ്പേസ്. ഇതാണ് മെഷർമെൻറ്റ് കപ്പ്. ഈ കപ്പിലോട്ടാണ് വരിക. അപ്പം നമ്മൾക്ക് ഏത് പരിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്യണം. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ലോക്ക് ഓപ്പൺ ആവും. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഈ ലോക്ക് ഓപ്പൺ ആവും. അപ്പോൾ പയർ താഴെ ഈ ട്രേക്കകത്തേക്ക് വരും. നമുക്കിതെടുത്തിട്ട് വയ്ക്കാം. നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഓരോന്നും ഈ ഒരു ഭാഗത്തേക്ക്, ഈ ട്രേയുടെ ഭാഗത്തേക്ക് പരിപ്പുകളെല്ലാം, പരിപ്പ്, പയർ, കടല എല്ലാം ഇങ്ങനെ തിരിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും ഇത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഫുൾ ടൈം ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. കുറച്ച് സ്പേസ് മതി. ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ധാന്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കാണിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.